ചിന്തിക്കുക. മഹാനായ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിക്കുന്നു, മദ്ദുനിയാ ഫിൽ ആഖിറ إلا مثل ما يجعل أحدكم إصبعه في اليم فلينظر بما يرجع نبينا محمد مصطفى സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്, ഈ ദുനിയാവിനെ നിങ്ങൾ തേടിപ്പോകല്ലേ എന്റെ പ്രിയപ്പെട്ട സമൂഹമേ, എന്റെ പ്രിയപ്പെട്ട സമുദായമേ, ഈ ദുനിയാവിനെ നിങ്ങൾ ഇഷ്ടപ്പെടല്ലേ. ഇത് ഏറ്റവും നിന്ദ്യമാണ്, നിസ്സാരമാണ്. അല്ലാഹുവിന്റെ ഹബീബ് ഉദാഹരണം പറയുകയാണ്. ഈ ദുനിയാവിന്റെ ശരിയായ അവസ്ഥയെ അല്ലാഹുവിന്റെ ഹബീബ് പരിചയപ്പെടുത്തി തരികയാണ്. ദുനിയാ ഫിൽ ആഖിറ, എന്റെ പ്രിയപ്പെട്ട സമൂഹമേ, കടലിന്റെ അടുക്കലേക്കൊന്നു പോകണം, സമുദ്രത്തിന്റെ സമീപത്തേക്കൊന്നു പോകണം. എന്നിട്ട് ആ സമുദ്രത്തിലേക്ക് നിങ്ങളുടെ വിരൽത്തുമ്പിലെ ഒന്ന് മുക്കിയെടുക്കുമോ? ആ വിരൽത്തുമ്പിലെ ഒന്ന് മുക്കിയെടുക്കുമ്പോ ആ വിരൽത്തുമ്പിൽ അവശേഷിക്കുന്ന അല്പം വെള്ളത്തിന്റെ തുള്ളിയുണ്ടല്ലോ, ജലത്തിന്റെ അംശമുണ്ടല്ലോ, ആ അംശം മാത്രമാണ് ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്ന, ഈ ദുനിയാവിൽ അല്ലാഹു നിക്ഷേപിച്ചിരിക്കുന്ന മുഴുവൻ അനുഗ്രഹങ്ങളെയും ഒരുമിച്ച് കൂട്ടിയാൽ ഈ ദുനിയാവിലെ എന്നാണോ സൃഷ്ടിക്കപ്പെട്ടത്, ഈ ദുനിയാവിനെ സൃഷ്ടിക്കപ്പെട്ട നിമിഷം മുതൽ ഇതിന്റെ സർവനാശം സംഭവിക്കുന്നത് വരെയും അല്ലാഹു തആല ഈ ദുനിയാവിൽ വെച്ചിരിക്കുന്ന മുഴുവൻ അനുഗ്രഹങ്ങളെയും ഒരുമിച്ച് കൂട്ടിയാലും ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസിക്ക് വേണ്ടി സ്വർഗത്തിൽ പറച്ചവൻ നിക്ഷേപിച്ചു വെച്ചിരിക്കുന്ന, അല്ലാഹു തആല സത്യവിശ്വാസിക്ക് വേണ്ടി സ്വർഗത്തിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അനന്തകോടി അനുഗ്രഹങ്ങളുടെ അഭിഷേക വർഷമുണ്ടല്ലോ, അചിന്തനീയവും അനിർവചനീയവും ആശ്ചര്യകരവും അതുല്യവും അത്യുത്ഭുതവുമായ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതുപോലെ അഅദൽതു ലിഇബാദിയ സ്വാലിഹീൻ